കുടയോളം ഭൂമി കുടത്തോളം കുളിര് തനിയാനാൽ என்ன துணை இங்கே താരും തളിരും മിഴിപൂട്ടി ൂരെ മറുതീരം പത്ത് വെളുപ്പിന് മുറ്റത്ത് നിക്കണ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ തിരുമാരൻ കാവിൽ അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി ഒത്തിപ്പാടടി പൊന്നേ. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ അതുവരെ നിലനിന്നിരുന്ന ഒരു കാഴ്ചയുടെ രീതി അല്ലെങ്കിൽ ഒരു ആസ്വാദനത്തിൻ്റെ രീതിക്ക് ഒരു മാറ്റം കുറിച്ച സംവിധായകനാണ് ഭരതൻ. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാണ് ജൂലൈ 30. 1998 ജൂലൈ 30 അദ്ദേഹം മലയാള സിനിമയെ വിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമ്മളിൽ പച്ച പിടിച്ചതിനെ നിൽക്കും. നമ്മൾ പുറകിലോട്ട് വന്ന് നോക്കുമ്പോൾ അദ്ദേഹം മദ്രാസിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അനിയൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PN മേനോൻ, മലയാള സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്നും മോചിപ്പിച്ച്, അന്നത്തെ കാലത്ത് സ്റ്റുഡിയോ സെറ്റുകളായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് വരെ അപ്പുറത്തെ വീട് ഇപ്പുറത്തെ വീട് മരമൊക്കെ വരച്ചു വെക്കുന്നതായിരുന്നു. ആ സ്ഥിരം സമ്പ്രദായങ്ങളിൽ നിന്ന് മാറ്റി ഔട്ട്ഡോറിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ഒരു സംവിധാനമാണ് PN മേനോൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാവാസന അല്ലെങ്കിൽ കുടുംബപരമായി കിട്ടിയ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായ ഭരതനിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഭരതനും തൻ്റെ അച്ഛൻ്റെ അനിയൻ ഇങ്ങനെ സിനിമാ സംവിധാനമാണല്ലോ, നമുക്ക് മദ്രാസിലൊന്ന് കയറാം, അങ്ങനെ ചിത്രകല അഭ്യസിച്ചിരുന്നു നാട്ടിൽ നിന്ന്. ചിത്രകലയും പാട്ടുമൊക്കെ നാടുമൊക്കെ ആയിട്ട് ഒരു സംഘം തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ കൂട്ടം കൂടി നടന്ന കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ മദ്രാസിലേക്ക് സിനിമാ സ്വപ്നങ്ങളുമായി അദ്ദേഹം കുടിയേറുന്ന തൻ്റെ അച്ഛൻ്റെ അനിയനെ പോയി കാണുന്നത് അദ്ദേഹം കൂടെ നിർത്തി. അങ്ങനെ ആ സമയത്തൊക്കെ ഈ സെറ്റുകളൊക്കെ വരയ്ക്കുന്ന ജോലി PN മേനോൻ ഭരതനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ സെറ്റ് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു വലിയ സ്ക്രീനിൻ്റെ സൈഡിൽ നിന്നിട്ട് അന്ന് ചിത്രീകരിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഈ ഒരു വലിയ ബക്കറ്റിൽ ഈ പെയിൻറ് ഇങ്ങനെ വെച്ച് പെയിൻറ് സൈക്കിൾ പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്ത് അത് അപ്പോൾ അത് മേളിലോട്ട് ചീറ്റപ്പെടുത്തി അതിൻ്റെ ഡിസൈൻ ചെയ്യും ഇങ്ങനെ ആ ഭിത്തികളിലൊക്കെ. അങ്ങനെ മരവും സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് ആകൃതിയിലാക്കി കൊണ്ടുവരും. പക്ഷെ ദേഹം മൊത്തം ഈ കളറായിരിക്കും. അത്ര പ്രയാസകരമായ ജോലിയായിരുന്നു. അങ്ങനെ കലാസംവിധായകൻ്റെ അസിസ്റ്റൻ്റായിട്ടും പിന്നെ കലാസംവിധാനമായിട്ടൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വരുമ്പോഴാണ് പിന്നെ അദ്ദേഹം ചന്ദ്രിക സോപ്പിൻ്റെ പരസ്യചിത്രങ്ങൾ എടുക്കുന്ന ഇദ്ദേഹമായിരുന്നു. അങ്ങനെ മോഡലുകൾ വെച്ചൊക്കെ എടുക്കുക, വരയ്ക്കും, ഈ പത്രമാസികളൊക്കെ കൊടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്നൊരു ചിത്രത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന PN മേനോനായിരുന്നു. അദ്ദേഹം പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഒരു വിദഗ്ധനായിരുന്നു. അപ്പോൾ അത് ഡേവിഡ് എന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അദ്ദേഹം എടുത്ത സ്റ്റില്ല് PN മേനോനെ പരസ്യത്തിനായിട്ട് ഏൽപ്പിക്കാൻ വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ചേട്ടൻ്റെ മകനാണ് ഭരതൻ, നല്ലോണം വരയ്ക്കും, ഒന്ന് ഡേവിഡിനെ പരിചയപ്പെട്ടിരിക്കും, ഡേവിഡ് നിനക്ക് വേണ്ട ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭരതനും ഡേവിഡും സ്റ്റിൽ ഫോട്ടോക്ക് ഡേവിഡോട് പരിചയപ്പെടുകയും ഡേവിഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പിന്നെ വിൻസെൻ്റ് മാസ്റ്റർ ഒന്ന് കാണണം, അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യേണ്ട അവസരം മേടിച്ചു തരണം, അത് കാണാൻ. പക്ഷെ അന്ന് വിൻസെൻ്റ് മാസ്റ്റർ എന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ക്യാമറാമാൻ, ഇന്നും അദ്ദേഹത്തെ പോലെ ക്യാമറാമാൻ വേറെ ഇല്ല. അന്നെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകൾ അന്ന് ആലോചിക്കാൻ NT രാമറാവ് തെലുങ്കിലെ, നാഗേശ്വർ റാവു, ശിവാജി ഗണേശൻ, MGR, അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റ് മേടിക്കാം, അവർ ഡേറ്റ് മേടിക്കാൻ ചോദിക്കും ആരാണ് ക്യാമറാമാൻ, വിൻസെൻ്റ് മാസ്റ്റർ ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ആർട്ടിസ്റ്റുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ക്യാമറാമാൻ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ രാവിലെ തന്നെ ക്യൂ ആയിരിക്കും. അപ്പോൾ എങ്ങനായാലും ഡേവിഡ്സ് പറഞ്ഞു നമുക്കൊരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ഒപ്പിച്ചു. അങ്ങനെ ഡേവിഡ് പറഞ്ഞാൽ വിൻസെൻ്റ് മാസ്റ്റർ ഒഴിയത്തില്ല, കാരണം അങ്ങനത്തെ ഒരു ബന്ധമാണ് അവർ തമ്മിൽ. അതിന് എല്ലാ ചിത്രങ്ങളിലും നിശ്ചല ഛായാഗ്രഹൻ ഡേവിഡ് ആയിരുന്നു. അങ്ങനെ
അപ്പോൾ വിൻസെൻ്റ് മാസ്റ്റർ കാണാൻ കൊണ്ടുപോയപ്പം പറഞ്ഞിങ്ങനെ പടം വരയ്ക്കും, പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുമെന്ന് പറയുമ്പോൾ, അപ്പോൾ അദ്ദേഹം എങ്കിൽ ഡേവിഡ് ത്രിവേണിയുടെ രണ്ട് മൂന്ന് സ്റ്റില്ല് കൊടുക്കാം. ത്രിവേണി സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്, ന്യൂട്ടോൺ സ്റ്റുഡിയോയിൽ സെറ്റിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3-4 ഫോട്ടോ എടുത്ത് കൊടുത്തു. അപ്പോൾ ശാരദ ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോ അത് ഭരതൻ തിരഞ്ഞെടുത്ത് അത് ഒരു കത്തി വെച്ചിട്ട്, അതാണ് കത്തി വെച്ച് ബ്രഷിൽ കത്തി വെച്ച് പെയിൻറ്റിൻ്റെയൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പുതിയ രീതിയിൽ ചെയ്ത് ഇത് വിൻസെൻ്റ് മാസ്റ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ത്രിവേണിയുടെ. അപ്പോൾ അന്ന് എസ്.എ. നായരും ബാലൻ ഒരാളുമാണ് ഈ പോസ്റ്ററുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാലൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ഒരെണ്ണം ഒരു പുതിയ ആളോ അയാൾക്കൊരു പോസ്റ്റർ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പോസ്റ്റർ ഭരതന് കൊടുത്തു. പക്ഷേ അന്ന് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, വിൻസെൻ്റ് മാസ്റ്റർ ഇഷ്ടപ്പെട്ടു. വിൻസെൻ്റ് മാസ്റ്റർ അങ്ങനെ കൂടെ കൂട്ടി. അങ്ങനെയാണ് അദ്ദേഹം 72 ഗന്ധർവ ക്ഷേത്രം എന്നൊരു സിനിമ ഉദയായ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ അതിന് ഉദയ സ്റ്റുഡിയോയിൽ പന നമ്മളവിടെ ഇല്ല, പന സെറ്റിടാണ്, ഈ യക്ഷിയുടെ പന വരുന്നത്, അതുമൊക്കെ സെറ്റിടും, ചെറിയ അമ്പലം അതൊക്കെ സെറ്റിടാണ്. വിൻസെൻ്റ് മാസ്റ്റർ പറഞ്ഞ് ഏൽപ്പിച്ചു. ആ സിനിമയോടുകൂടി മലയാള സിനിമയുടെ ഒരു ആർട്ട് ഡയറക്ഷനിൽ തന്നെ വ്യത്യാസം വരുത്തി നാച്ചുറാലിറ്റിയിൽ കൊണ്ടുവന്ന ആർട്ട് ഡയറക്ടറായിരുന്നു ഭരതൻ. ഇനി വിൻസെൻ്റ് മാസ്റ്ററുടെ സ്ഥിരം സിനിമകളിൽ കൂടി ചെണ്ട സിനിമയിൽ അദ്ദേഹം വിൻസെൻ്റ് മാസ്റ്റർ എവിടെ പോയിട്ട് വന്നപ്പോൾ താളത്തിൽ താളത്തിൽ താരമ്പൻ കൊട്ടുന്ന മേളത്തിൽ ചിലങ്കകൾ കുലുങ്ങി, ശ്രീവിദ്യയുടെ ഒരു നൃത്തരംഗത്തിന് കുറച്ച് ഷോട്ടുകൾ ഒന്നെടുത്ത് നോക്കാൻ പറഞ്ഞു. ഭരതന് ഭയങ്കര സന്തോഷമായി. ശ്രീവിദ്യ ഭയങ്കര ഇഷ്ടമാണ് ഭരതന്. ആരെ ആകർഷിക്കുന്ന സൗന്ദര്യം. ഭരതൻ ഒരു കലാകാരനാണ്. അപ്പം ശ്രീവിദ്യയുടെ എങ്ങനെയൊക്കെ മനോഹരമായ ആംഗിൾ എടുക്കാൻ പറ്റും അതൊക്കെ പാട്ടിൻ്റെ കുറച്ച് പോർഷൻ ചെണ്ടയിൽ ഭരതനെടുത്തു. ഈ എടുപ്പം ശ്രീവിദ്യക്ക് ഭരതന് ഭയങ്കര ഇഷ്ടമായി. ഒരു കലാസംവിധാനം എന്നുള്ളവർ ഡയറക്ഷൻ അറിയാമെന്നുള്ളത്, പിന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ ചിത്രീകരണത്തിൽ ശ്രീവിദ്യ കൂടുതൽ മനോഹരിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് അതങ്ങനെ ചെറിയൊരു രീതിയിൽ തുറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഉദയായുടെ പൊന്നാപുരം കോട്ട എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് ഭയങ്കര സെറ്റാണ്. കുഞ്ചാക്കോ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സെറ്റിനുണ്ട് പൈസ മുടക്കുന്ന ഒരാളാണ്. ചില മാന്ത്രിക കഥ, ഭയങ്കര കോട്ട, പിന്നെ കൊത്തളങ്ങൾ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മാജിക് നിറഞ്ഞ സിനിമയാണ്. അപ്പോൾ വിൻസെൻ്റ് മാസ്റ്ററാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ കോട്ടയും അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി. അന്ന് ഈ സെറ്റ് കാണിക്കാൻ ഭരതൻ കൂട്ടുകാരെ എല്ലാം കൊണ്ടുവിടാം, ഞാൻ വർക്ക് ചെയ്ത സെറ്റാന്ന് കാണിക്കാൻ അദ്ദേഹം അഭിമാനിച്ചിരുന്നു. അങ്ങനെ ഉദയയുടെ പൊന്നാപുരം കോട്ടയ്ക്കും സെറ്റ് ഒരുക്കിയ ഭരതനാണ്. അങ്ങനെ അദ്ദേഹം മലയാള സിനിമയിലെ ഒരു കലാസംവിധാനമായിട്ട് മാറിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ശ്രീവിദ്യയായിട്ടുള്ള പ്രണയം ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടിരുന്നു അവരൊക്കെ. അത് വല്ലാത്തൊരു പ്രണയമായിരുന്നു ശ്രീവിദ്യയും ഭരതനും തമ്മിൽ. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ അതുവരെ കൂട്ടുവെച്ചിരുന്ന കളക്ഷൻ എല്ലാം എടുത്ത് വീട്ടിൽ നിന്നും കുറച്ച് പൈസ മേടിച്ച് വളരെ പരിമിതമായ ചെലവുകൾക്ക് നിന്നുകൊണ്ട് തൻ്റെ സുഹൃത്തെ പത്മരാജനോട് പറഞ്ഞിട്ടൊരു കഥ വാങ്ങിക്കുകയും അങ്ങനെ ഒരു മലയാള സിനിമയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 74 അദ്ദേഹം അത് പുറത്തിറങ്ങി. വളരെ കഷ്ടപ്പെട്ട് പുറത്തിറക്കപ്പെടുമായിരുന്നു. മോഹനും ലക്ഷ്മിയുമായിരുന്നു നായകനും നായിക. കൊട്ടാരക്കരയ്ക്ക് നല്ല റോളാണ്. കൊട്ടാരക്കര വൃദ്ധ പൂജാരിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ലക്ഷ്മി. അങ്ങനെ ആ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾക്കിടയിൽ കാമുകൻ കടന്നു വരുന്നത് അവരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള മാനസിക വ്യാപാര പ്രയാണം. പക്ഷേ ആ അന്നത്തെ കാലത്ത് 74 ചട്ടക്കൂടുള്ള സിനിമയായിരുന്നില്ല അത്. കാലത്തിന് മുൻപേ ജനിച്ച സിനിമയെന്ന് നമ്മൾ പറയാറില്ല, അങ്ങനെ വന്ന സിനിമയായിരുന്നു. അതുകൊണ്ട് അത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അത് ഭരതന് ഭയങ്കര വിഷമമുണ്ടായി. കാരണം അദ്ദേഹം അന്നുവരെയുള്ള സമ്പാദ്യം ചുരുക്കൂട്ടി വെച്ച് വേറെ ഒരു പ്രൊഡ്യൂസർ ഈ പടം എടുക്കാൻ വരത്തില്ല കാലം. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. എന്നാലും തിൻ്റെ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ഞാൻ തന്നെ വരണമെന്നുള്ളത് കണ്ട് അദ്ദേഹം അതുവരെ വർക്ക് ചെയ്യുന്ന പൈസ കൂട്ടി വയ്ക്കും. പിന്നെ വീട്ടുകാരിൽ നിന്ന് കടം മേടിച്ച്, സുഹൃത്തുക്കളൊക്കെ കടം മേടിച്ച് പ്രയാണം എടുത്ത് പത്മരാജനൊക്കെ വളരെ സഹായിച്ചു ആ സ്ക്രിപ്റ്റ് കൊടുക്കുന്നതിലൊക്കെ. അങ്ങനെ സിനിമ പക്ഷേ പ്രേക്ഷകരുടെ മുക്തകളുടെ പ്രശംസ സാധിച്ച്. പക്ഷെ സിനിമ അന്നത്തെ പ്രേക്ഷകൻ ആ ചട്ടക്കൂടി ഇതൊരു പുതുമ വന്നപ്പോൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അതിന് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയ നടനും നടിക്കുമൊക്കെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കി. മൗനങ്ങൾ പാടുകയായി
കാണുകയായിരുന്നു. അവാർഡ് അന്ന് എറണാകുളത്തെ താജ് ഹോട്ടലിൽ ഭയങ്കര ഇതൊക്കെ സ്വീകരണങ്ങളൊക്കെ നടന്നെടുക്കാതെ അതുകൊണ്ട് നമ്മളെ കടക്കുന്നില്ല. അങ്ങനെ പ്രയാണം കഴിഞ്ഞ് അദ്ദേഹം വളരെ നിരാശനാങ്ങനെ ഇരിക്കുമ്പോഴാണ് മഞ്ഞിലാസ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മഞ്ജിലാസ് വിളിച്ചിട്ട് മഞ്ജിലാസ് അന്നേരം സത്യന്റെ മരണശേഷം വളരെ പടങ്ങളൊക്കെ മിക്കവാറും പരാജയങ്ങളായിരുന്നു മഞ്ജിലാസിന്റെ. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക കഥ ഗുരുവായൂർ കേശവൻ, അന്ന് അതേ ഗുരുവായൂർ കേശവൻ ചാരിഞ്ഞ സമയമാണ്. അപ്പൊ റേഡിയോയിൽ ഇങ്ങനെ രൂപം വന്നപ്പോൾ എം ഒ ജോസഫ് ഭരതനോട് വിളിച്ചു, നമുക്കൊരു ചെറിയ പടം എടുക്കാം, വളരെ ചെലവ്, ഒരു വലിയ ആർട്ടിസ്റ്റുകളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആനയുടെ കഥ ഭരതന്റെ ഒരു സ്വന്തം രീതിയിൽ അത് വലുതാക്കി അതിനെ മനോഹരമായ കാവ്യശില്പങ്ങളാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കണു എന്റെ ഗുരുവായൂരപ്പാ. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. അതിലുള്ള പാട്ടുകൾ ഇപ്പോഴും നമ്മൾക്ക് ഗുരുവായൂർ കേശവനിലെ ഇന്ന് എനിക്ക് പൊട്ടുകൂത്താന്നുള്ള പാട്ടിന്റെ ചിത്രീകരണം തന്നെ ഭരതന്റെ ചിത്രീകരണ വൈദ്യുത കളർ കോമ്പിനേഷന് ഭയങ്കര ഉദാഹരണമാണ്. ജയഭാരതിയുടെ ഒരു നൃത്തരംഗം, അത് ഭാസ്കര മാസ്റ്റർ എഴുതി, ദേവരായ മാസ്റ്ററിന്റെ ആണെങ്കിൽ ഇന്നും മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇന്ന് എനിക്ക് പൊട്ടുകൂത്താൻ. അങ്ങനെ പക്ഷെ അത് സാമ്പത്തികമായിട്ട് ആ സിനിമ അത്ര ഒരു ആനയെ കഥാപാത്രമാക്കി അതിന്റെ ചുറ്റുപാട് നിന്ന് ഗ്രാമീണ കഥാപാത്രം ഗുരുവായൂരും പശ്ചാത്തലമാക്കി വന്ന ചിത്രമായിരുന്നു. അതിനുശേഷം പിന്നീടും അദ്ദേഹം മഞ്ജിലാസിന്റെ തന്നെ അണിയറ, അത് വളരെ മാനസിക, ഈ ഉറൂബിന്റെ കഥ എന്നൊക്കെ പറഞ്ഞാൽ അത് വിജയിപ്പിച്ചെടുക്കാൻ വലിയ പാടാണത്. ഉറൂബിന് എന്നിട്ട് ഉമ്മാച്ചു മിണ്ടാപ്പെണ്ണൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഈ കഥാപാത്ര മാനസിക വ്യാപാരങ്ങളാണ്. അത് സോമനും മുരളി മേനോൻ എന്നൊരു നടനുണ്ട്, മമത ഒരു പുതിയ ആർട്ടിസ്റ്റായിരുന്നു, അവർ സത്രത്തിൽ രാത്രിയിൽ അഭിനയിച്ചിട്ടുണ്ട് അവർ. പക്ഷെ ആ സിനിമ സോമന്റെ ഒരു വില്ലൻ വേഷം, നെഗറ്റീവ് ടൈപ്പുള്ള നായകനാണ് അതിനകത്ത് വന്നത്, ചാത്തക്കുറുപ്പ്. പക്ഷെ അതും പ്രേക്ഷകൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു, അതും പരാജയപ്പെട്ടു. അങ്ങനെ ഒക്കെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് സുപ്രിയയുടെ ഒരു പടത്തിൻ്റെ ഓഫർ വരുന്നതും. സുപ്രിയ അന്ന് ഏറ്റവും വലിയ ബാനറാണ്, അവർക്കും അന്നേരം മംഗലം നിൽക്കുന്ന സിനിമയായിരുന്നു. പത്മരാജൻ്റെ ഒരു കഥ, അത് ഭരതന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതും പ്രേക്ഷകനൊക്കെ അംഗീകരിക്കാനുള്ള പാടായിരുന്നെങ്കിലും ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് രണ്ടുപേർ തമ്മിൽ മാനസിക പൊരുത്തമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ പ്രയാണത്തിന് ശേഷം 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നതും. അല്ലെങ്കിൽ പത്മനാഭൻ്റെ ഒരുപാട് സിനിമ ഇതാ ഇവിടെ വരെ, അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ ഹിറ്റായി പല ഡയറക്ടേഴ്സും കൂടെ ഇരുന്നു. പക്ഷേ ഭരതനുമായിട്ട് ഒത്തുചേർന്നത് പിന്നീടാണ്. അങ്ങനെ രതി നിർവേദം കൗമാരത്തിൻ്റെ സ്വപ്നങ്ങളെ, കൗമാരത്തിൻ്റെ വർണ്ണങ്ങളെ ഇത്രയേറെ നല്ലതായിട്ട് ചിത്രീകരിച്ച സിനിമ ഇന്ന് വരെ അതൊരു ക്ലാസിക്കായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. കൃഷ്ണചന്ദ്രൻ എന്നൊരു ഗായകനെ, അന്ന് പത്മരാജൻ്റെ റേഡിയോ ജോലിയായിരുന്നു, അവിടെ പാടാൻ വന്ന പയ്യനായിരുന്നു കൃഷ്ണചന്ദ്രൻ. അവൻ്റെ സൗന്ദര്യം കണ്ട് എൻ്റെ പപ്പുവിൻ്റെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയും ഭരതനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും, ജയഭാരതിയുടെ വ്യത്യസ്തമായ റോളാണ്. സാധാരണ നടികൾ അത്തരം റോൾ അവർ അഭിനയിക്കാൻ മടി കാണിക്കുന്ന റോളാണ്. അത്രയും അപ്പുവിൻ്റെ കൗമാര സ്വപ്നങ്ങൾ ഇളക്കി മറിക്കുന്ന നായികയായിരുന്നു പ്രായം കൂടിയ ജയഭാരതിയുടെ കഥാപാത്രം. അത് വളരെയധികം അന്നത്തെ അതിൻ്റെ പോസ്റ്റർ തന്നെ കാണാം, ജയഭാരതി ഇങ്ങനെ മലർന്നിങ്ങനെ കിടക്കുന്നത്, ഒരു അരഞ്ഞാണ് ചരടിൽ ആ വയറ് കാണുന്നതിൻ്റെ പോസ്റ്റർ, അത് ഡേവിഡ് എടുത്ത ഫോട്ടോയാണ്. അത് ഭരതന് വളരെ ഇഷ്ടപ്പെടുകയും ഏറ്റവും വലിയ പോസ്റ്ററായി കൊടുത്തു. അത് അന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരുന്നു
ആ സിനിമ ഒരു ക്ലാസിക് ഹിറ്റുമായിരുന്നു. കാലം കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂട്ടി കണ്ണിൽ പൂത്തിരി കത്തി ചിറകു മുളച്ചു പാറി നടന്നു. താളം ഇതാണ് താളം. ഞാൻ പോയി പറയട്ടെ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഒറ്റയ്ക്കാവുമ്പോ പപ്പുന് പേടി തോന്നില്ലേ? തിരുമാരൻ കാവിൽ ആദ്യ വസന്തം കൊടിയേറി ചമഞ്ഞൊരുങ്ങി അണിഞ്ഞിറങ്ങി കളമെഴുത്ത് പാട്ടിന്റെ കഥ തുടങ്ങി. പക്ഷെ എന്നിരുന്നാലും പിന്നീടും പടങ്ങൾ കിട്ടാൻ വളരെ സിനിമ അങ്ങനെയാണല്ലോ. സിനിമ ഒരു ഗ്രൂപ്പിലൊക്കെ, പക്ഷെ ഭരതന് ഒരു പടം പോയി ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിൽക്കത്തില്ല, ആരോടും അങ്ങനെ നിൽക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്രോജക്റ്റ് വരണം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് വരണം, അദ്ദേഹത്തിന് കഥ വരണം, എങ്കിൽ മാത്രം അത് അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസറിന്റെ കൊമേഴ്ഷ്യൽ സിനിമയ്ക്കൊന്നും ഭരതനിട്ട് മുതലാവത്തില്ല എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹം പിന്നെ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം KPSC ലളിത ശ്രീവിദ്യയുടെ ബന്ധം എന്തോ തമ്മിൽ ഉടഞ്ഞു KPSC ലളിതയുമായിട്ട് പരിചയമാവുകയും അതൊരു വിവാഹബന്ധത്തിൽ കലാശിക്കുകയും ചെയ്തു.